ഹായ് ഓൾ, വെൽക്കം ടു കെമഗിലം ഫീൽ ദ കെമിസ്ട്രി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്യുനോളിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ക്യുനോളിൻ്റെ സിന്തസിസ്, അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ, അതുപോലെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് പ്രോബ്ലംസും CSIR സോൾവ്ഡ് ക്വസ്റ്റ്യൻസുമാണ് ഈ വീഡിയോയിൽ മെയിനായിട്ടുള്ളത്. പിന്നെ ക്യുനോളിൻ്റെ ഒരു ഡെറിവേറ്റീവാണ് ക്യുനോളിൻ എൻ ഓക്സൈഡ് അല്ലെങ്കിൽ ക്യുനോളീനിയം സോൾട്ട്. അപ്പോൾ അതിൻ്റെ സിന്തസിസും അതിൻ്റെ കെമിക്കൽ റിയാക്ഷനും അതുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലംസും ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ലെങ്തി വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ പാർട്ട് നോക്കണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ടൈമർ കൊടുക്കാം. അതായത് സപ്പോസ് നിങ്ങൾക്ക് ഇപ്പോൾ ഓക്സിഡേഷൻ ഓഫ് ക്യുനോളിൻ മാത്രമേ അറിയേണ്ടതുള്ളൂ എങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുക. എന്നിട്ട് ഏത് ടൈമിലാണോ അതുള്ളത് നിങ്ങൾക്ക് ഡയറക്റ്റ് സ്കിപ്പ് ചെയ്ത് അവിടേക്ക് പോകുന്നതാണ്. അപ്പോൾ കുറച്ച് ലെങ്തി വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ക്യുനോളിനെ കുറിച്ചിട്ടുള്ള എന്ത് കാര്യം വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരു 95% കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം ക്യുനോളിൻ്റെ സ്ട്രക്ചർ ഒന്ന് പരിചയപ്പെടാം. ക്യുനോളിൻ എന്ന് പറയുന്നത് ഒരു ഫ്യൂസ്ഡ് റിംഗ് ആണ്, അതായത് ബെൻസീൻ്റെയും പിരിഡിൻ്റെയും ഫ്യൂസ്ഡ് റിംഗ് ആണ്. നമ്മൾ ഓൾറെഡി പിരിഡിനെ കുറിച്ചിട്ട് 3 സീരീസ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോസ് കൂടി കാണാം. അപ്പോൾ ഇതിന് നമ്പറിംഗ് എന്ന് പറഞ്ഞാൽ ഹെട്രോ ആറ്റത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഹെട്രോ ആറ്റത്തിൽ നിന്ന് 1 സ്റ്റാർട്ട് ചെയ്ത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യും. ഇതാണ് ക്യുനോളിൻ്റെ സ്ട്രക്ചർ. പിന്നെ ക്യുനോളിൻ്റെ IUPAC നെയിംസ് ആണ് 1 ബെൻസോപിരിഡീൻ, ബെൻസോ ബി പിരിഡീൻ, ബെൻസോ ബി അസീൻ. ഈ അസ എന്നുള്ള ഗ്രൂപ്പ് വരുമ്പോൾ അറിയാം അവിടെ ഒരു നൈട്രജൻ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ജനറൽ ആയിട്ടുള്ളൊരു കാര്യങ്ങൾ. ഇനി ക്യുനോളിൻ ആദ്യമായിട്ട് യൂസ് ചെയ്തത് മലേറിയൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ആ സമയത്ത് എന്തറിയില്ലായിരുന്നു, ഇതിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് അറിയില്ലായിരുന്നു. പിന്നെ ഇതൊരു കളർലെസ് ലിക്വിഡാണ്. ഇതിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 237 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ക്യുനോളിൻ നമ്മൾ ലൈറ്റിൽ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് യെല്ലോ അല്ലെങ്കിൽ ബ്രൗൺ ആയിട്ട് മാറും. അതുകൊണ്ട് എപ്പോഴും ബ്രൗൺ ബോട്ടിലാണ് അത് സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിൻ്റെ സൊലിബിലിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വാട്ടറിൽ മിസിബിൾ ആണ്. അതുപോലെ തന്നെ എഥനോൾ പോലെയുള്ള ഓർഗാനിക് സോൾവൻസിലും ക്യുനോളിൻ സൊലിബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് ബയോളജിക്കൽ ആപ്ലിക്കേഷനും ഉണ്ട്. ഇനി ക്യുനോളിൻ്റെ MO എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലത്തെ നൈട്രജനും കാർബണും ഒക്കെ sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. അപ്പോൾ ടോട്ടൽ 10 ഇലക്ട്രോൺസ് ഉണ്ട്, പൈ ഇലക്ട്രോൺസ് ഉണ്ട്. അതായത് 5 ഡബിൾ ബോണ്ട് ഉണ്ട്, 10 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഹക്കൽ മോളിക്കുലർ ഓർബിറ്റൽ തിയറം പ്രകാരം 4n+2 റൂൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ അരോമാറ്റിക് എന്ന് പറയും. അപ്പോൾ ഇവിടെ 10 ഇലക്ട്രോണിന് നമുക്ക് 4n+2 ഫോമിലോട്ട് എഴുതാൻ പറ്റും. അതുപോലെ മോളിക്യൂൾ എന്താണ് പ്ലെയിനിലാണ്, അതൊരു പ്ലാനാറാണ്. അതുപോലെ കോൺജുഗേഷൻ കറക്റ്റായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്യുനോളിൻ എന്താണെന്ന് പറയാം, ഒരു അരോമാറ്റിക് കോമ്പൗണ്ട് ആണെന്ന് പറയാം. ഇനി ഇതൊരു വീക്ക് ബേസ് ആണ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ നൈട്രജൻ, അതായത് നമ്മൾ പിരിഡിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതിനൊരു സിമിലർ ആയിട്ടുള്ള റീസൺ തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ ഇതിലത്തെ നൈട്രജൻ നമ്മൾ പ്രോട്ടോണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് സോൾവേറ്റ് ചെയ്യാൻ കുറച്ച് വിഷമമായിരിക്കും. കാരണം ഇവിടെ ഈ ബെൻസീനിലത്തെ ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനൊരു സ്റ്റെറിക് എഫക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിനെ സോൾവേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇതൊരു വീക്ക് ബേസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് പിരിഡിൻ ആണോ ക്യുനോളിൻ ആണോ, ഏതാണ് മോർ ബേസിക്. അപ്പോൾ നമ്മൾ പിരിഡിൻ്റെ സ്ട്രക്ചറും പറയണം, ക്യുനോളിൻ്റെ സ്ട്രക്ചറും പറയാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി പറഞ്ഞൊരു സ്റ്റെറിക് ഹെൻട്രൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ പിരിഡിനിൽ എന്തില്ല, ആ ഒരു സ്റ്റെറിക് ഹെൻട്രൻസ് ഇല്ല. അതുപോലെ തന്നെ 2 ടൈപ്പിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കണ്ടിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിരിഡിൻ എന്താണ്, ഇവിടെ വരുന്ന ഈ കാറ്റയോണിന് മോർ റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് വെച്ചിട്ട് ഇത് കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ ഇത് മോർ ബേസിക് എന്ന് പറയാം. പക്ഷേ ആ കൺസെപ്റ്റ് അല്ല നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. സോൾവേഷൻ എഫക്റ്റ് വെച്ചിട്ടാണ് ഇത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് സോൾവേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത് ഈ ക്യുനോളിന് ഇതൊരു അതായത് ക്യുനോളിന് സ്റ്റെറിക് ഹെൻട്രൻസ് പ്രകാരം നമുക്കിത് സോൾവേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ പിരിഡിന് കമ്പയർ ടു ക്യുനോളിൻ ഈസി ആയിട്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, പിരിഡിനാണ് മോർ ബേസിക്.
അത് കഴിഞ്ഞ് മാത്രമേ എന്തുള്ളൂ ക്യൂനോളിനുള്ളൂ. അപ്പോൾ ഈ ഒരു ഡാറ്റ ഞാൻ എടുത്തത് ഈ ഒരു റെഫറൻസിലാണ്, സ്ട്രക്ചർ കെമിസ്ട്രി 2009 എന്നുള്ള ജേർണലിൽ വന്നിട്ടുള്ള സെയിം ഇതേ ക്വസ്റ്റ്യൻ വിച്ച് ഈസ് മോർ ബേസിക് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവർ ആൻസർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ജേർണലിൽ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഈ DOE നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് അത് വെരിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ DOE നമ്പർ വെച്ച് എങ്ങനെയാണ് ആർട്ടിക്കിൾ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ള ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ പോയി കാണാം. അങ്ങനെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് മനസ്സിലാക്കുക, ക്വിനോളിനാണ് ലീസ്റ്റ് ബേസിക് കമ്പയർഡ് ടു പിരിഡിൻ. ക്ലിയർ? നമ്മൾ ഈ ഒരു വീഡിയോയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് പറയാം. ക്വിനോളിൻ്റെ സിന്തസിസ് ആണ് ആദ്യത്തെ പാർട്ട്. അപ്പോൾ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അതിലത്തെ കുറച്ച് നെയിംഡ് ആയിട്ടുള്ള ഒരു 6-7 മെത്തേഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തിനാണ് സിന്തസിസ് പറയുന്നത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അപ്പോൾ സിന്തസിസ് എന്നാണ് ശരിക്കും CSIR ഗേറ്റിൽ നമ്മളെ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടീസ് മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല, നമുക്ക് സിന്തസിസും കൂടി അറിഞ്ഞാലും മാത്രമേ നമുക്ക് കുറച്ചും കൂടി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. സ്ക്രാപ്പ് സിന്തസിസ്, ഫ്രീലാൻഡർ സിന്തസിസ്, കൊണാർഡ് ലിംപാച്ച് സിന്തസിസ്, നോർക്യുനഡീൻ സിന്തസിസ്, ഡോബർണർ മില്ലർ സിന്തസിസ്, വിറ്റ്സിംഗർ സിന്തസിസ്, അതിൻ്റെ 1-2 അപ്ഡേഷൻ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സിന്തസിസ് പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ കുറച്ച് സോൾഡ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. CSIR ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള CSIR വന്ന ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്കാർപ്പ് സിന്തസിസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ സ്കാർപ്പ് സിന്തസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അനിലിൻ, അതുപോലെ നൈട്രോബെൻസീൻ, ഗ്ലിസറോൾ, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്, അയൺ സൾഫേറ്റ്, ഇത്രയും സാധനം നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്വിനോളിൻ കിട്ടും. ആ ഒരു മെത്തേഡിനെ പറയുന്ന പേരാണ് സ്ക്രാപ്പ് സിന്തസിസ്. ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം ഗ്ലിസറോൾ. അപ്പോൾ ഗ്ലിസറോൾ നിങ്ങളെ ക്വസ്റ്റ്യനിൽ ഗ്ലിസറോളും അനിലിനും കണ്ടാൽ അത് സ്ക്രാപ്പ് സിന്തസിസ് ആണെന്ന് മനസ്സിലാക്കുക. കൂടാതെ അതിൻ്റെ കൂട്ടത്തിൽ അയൺ സൾഫേറ്റ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂറിക് ആസിഡ്, ഈ ഒരു കാര്യം കൂടി ഉണ്ടെങ്കിൽ നോ ഡൗട്ട് ഇറ്റ് ഈസ് ഫോമിങ് ക്വിനോളിൻ. അപ്പോൾ ഇവിടെ 2 സ്റ്റെപ്പായിട്ടാണ് നടക്കുന്നത്. ആദ്യം നമ്മൾ എന്താ വെച്ചാൽ ഗ്ലിസറോളിൽ ഈ ആസിഡിൻ്റെ H+. അപ്പോൾ ഇവിടുത്തെ OH ഉണ്ട്. OHലെ ലോൺ പെയർ ഹൈഡ്രജൻ അബ്സ്ട്രാക്ട് ചെയ്യും, ഒരു റീഅറേഞ്ച്മെൻറ്റ് നടക്കും. അപ്പോൾ നമുക്കൊരു ഹൈഡ്രോക്സി, അതായത് ടോട്ടോമറിസ് നടന്ന് നമുക്കൊരു കീറ്റോൺ കിട്ടും. ആ കീറ്റോണിൻ്റെ പേരാണ് അക്രിലാൽഡിഹൈഡ്. അക്രിലാൽഡിഹൈഡ് കിട്ടും. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തിനാണ് അയോൺ സൾഫേറ്റ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ റിയാക്ഷൻ കുറച്ച് വയലൻ്റ് ആയിട്ട് നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നൈട്രോബെൻസീന്, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഒക്കെ ഉള്ളതുകൊണ്ട് റിയാക്ഷൻ ഭയങ്കര വയലൻ്റ് ആയിരിക്കും. ആ വയലൻസി കുറച്ച് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അയൺ സൾഫേറ്റ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിലത്തെ നൈട്രോബെൻസീൻ എന്ന് പറയുന്നത് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ നൈട്രോബെൻസീൻ റീപ്ലേസ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും കാണാം. ഏതെങ്കിലും ഒരു ഓക്സിഡൈസിങ് ഏജന്റ് കണ്ടു കഴിഞ്ഞാൽ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് സ്ക്രാപ്പ് സിന്തസിസ്. അപ്പോൾ ആദ്യം നമ്മൾ അക്രിലാൽഡിഹൈഡ് സിന്തസൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് അനിലിനുമായിട്ട് അറ്റാച്ച് ചെയ്യും. അനിലിലെ ലോൺ പെയർ. ഈ റിയാക്ഷൻ ജസ്റ്റ് റിമെമ്പർ ദിസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഈ ഒരു മെത്തേഡിൽ. അതായത് ഇങ്ങനെ ഒരു ആൽഡിഹൈഡ് ഫോം ചെയ്യുക, അത് അനിലിനുമായിട്ട് റിയാക്ട് ചെയ്യുക. അപ്പോൾ 1,4 അഡീഷൻ നടക്കും. ആരോ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർലി അത് വിസിബിൾ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ്. ഹൈഡ്രജൻ എലിമിനേഷൻ അതേപോലെ ഹൈഡ്രജൻ ഫോർമേഷനൊക്കെ ചെയ്ത് റീഅറേഞ്ച്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനൊരു കോമ്പൗണ്ട് കിട്ടും. ഈ കോമ്പൗണ്ടിനെ ഓക്സിഡൈസ് ചെയ്യും. എന്നിട്ട് എന്ത് കിട്ടും? ക്വിനോളിൻ കിട്ടും. ഇവിടെയാണ് നമ്മൾ നൈട്രോബെൻസീൻ യൂസ് ചെയ്യുന്നത് ആസ് ആൻ ഓക്സിഡൈസിങ് ഏജന്റ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഫ്രീലാൻഡർ സിന്തസിസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഫ്രീലാൻഡർ സിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോ അമിനോ ബെൻസാൽഡിഹൈഡ് അസറ്റാൽഡിഹൈഡുമായിട്ട് കണ്ടൻസ് ചെയ്തിട്ട് ഇൻ അക്വസ് മീഡിയം അല്ലെങ്കിൽ ആൽക്കലൈൻ മീഡിയം കണ്ടൻസ് ചെയ്ത് കിട്ടുന്നതാണ് ക്വിനോളിൻ എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, വാട്ടർ എലിമിനേഷൻ നടക്കും, ഫോം ചെയ്യും.
നെക്സ്റ്റ് മെത്തേഡാണ് കൊണാഡ് ലിംബാച്ച് സിന്തസിസ്. അപ്പോൾ കൊണാഡ് ലിംബാച്ച് സിന്തസിസ് എന്താണെന്ന് വെച്ചാൽ ഇത് അനിലിനും അതുപോലെ തന്നെ ആൽഫ ബീറ്റ കീറ്റോ എസ്റ്റർ റൂം ടെമ്പറേച്ചറിൽ റിയാക്ട് ചെയ്തിട്ട് ക്വിനോളിൽ ഉണ്ടാകുന്ന പ്രോസസ്സാണ് കൊണാഡ് ലിംബാച്ച് സിന്തസിസ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് കീറ്റോ ഫോമിൻ്റെ ഇനോൾ ഫോമാണിത്. ഇത് ആൽഫ ബീറ്റ കീറ്റോ എസ്റ്റർ ആണ്. അത് നമ്മൾ കീറ്റോ ഇനോൾ ഫോമിലോട്ട് എഴുതി റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് വാട്ടർ എലിമിനേഷൻ നടക്കും. ഇവിടുന്ന് വാട്ടർ പോയി കഴിഞ്ഞാൽ ബോണ്ട് ഫോം ചെയ്തു. പിന്നെയുള്ളത് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കുന്ന സമയത്ത് ഇവിടുന്ന് എത്തനോള് എലിമിനേറ്റ് ചെയ്യും. പിന്നെ ബോണ്ട് റീഅറേഞ്ച്മെന്റ് നടക്കും. കീറ്റോ ഫോമിൽ നിന്ന് ഇനോൾ ഫോമിലോട്ട് മാറും. അപ്പോൾ ഇവിടെ ഹൈഡ്രോക്സി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ക്വിനോളിൻ സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഇമ്പോർട്ടൻ്റ് ആണ്. റൂം ടെമ്പറേച്ചറിലാണ് ഇത് നടക്കുന്നത്. നോട്ട് ദ പോയിന്റ്. നെക്സ്റ്റ് ഉള്ളത് നോർ ക്വിനോഡിൻ സിന്തസിസ് ആണ്. നോർ ക്വിനോഡിൻ സിന്തസിസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ആൽഫ ബീറ്റ കീറ്റോ എസ്റ്റർ ആണ്. സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ അനിലിൻ ആണ്. ബട്ട് ഇവിടെ എന്താ ഡിഫറൻസ്? നമ്മളിവിടെ ഹീറ്റ് ചെയ്യുന്നുണ്ട്. കൊണാഡ് ലിംബാച്ച് സിന്തസിസിൽ റൂം ടെമ്പറേച്ചറിൽ നടക്കുന്നു. ഫർദർ നമ്മൾ ഹീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ ഫസ്റ്റ് തന്നെ ഹീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോമ്പൗണ്ട് മാറുന്നുണ്ട്. എങ്ങനെയാണ് അത് ചെക്ക് ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ നിങ്ങൾ എടുത്തിരിക്കുന്ന രീതി തന്നെ മനസ്സിലാകും. ഇതിന് ജസ്റ്റ് റിവേഴ്സ് ആയിട്ടാണ് ഇവിടെ റീഅറേഞ്ച്മെന്റ് നടക്കുന്നത്. അപ്പോൾ ഹീറ്റ് ചെയ്യുമ്പം വാട്ടർ കണ്ടൻസേഷൻ അല്ല നടക്കുക. ലോൺ പെയറിൻ്റെ എക്സ്ചേഞ്ച് വെച്ചിട്ട് OET മൈനസ്, അതായത് ഈസിലി ലീവിങ് ഗ്രൂപ്പായ ഒരു ബേസ് അത് ലീവ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലൊരു കോമ്പൗണ്ട് കിട്ടും. അപ്പോൾ ഇവിടെ കീറ്റോ ഫോം ഇനോൾ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തു. അതിനുശേഷം സൾഫ്യൂരിക് ആസിഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് വാട്ടർ എലിമിനേഷൻ നടക്കും. പിന്നെ ഒരു റീഅറേഞ്ച്മെന്റ് നടക്കും. കീറ്റോ ഇനോൾ ടോട്ടോമറിസ് നടന്ന് നമുക്ക് കോമ്പൗണ്ട് കിട്ടി. അതിന് നിങ്ങൾ നോക്കുക, ഈ രണ്ട് മെത്തേഡും തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന്. അപ്പോൾ കൊണാഡ് ലിംബാച്ച് സിന്തസിസിൽ റൂം ടെമ്പറേച്ചറിൽ നടക്കുമ്പോൾ കിട്ടുന്നത് ഇവിടെയാണ് CH3 വരുന്നത്, ഇവിടെയാണ് OH വരുന്നത്. അതായത് ഈ രണ്ട് ഗ്രൂപ്പ്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഹീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ജസ്റ്റ് ഒരു റീഅറേഞ്ച്ഡ് ആയിട്ടുള്ള വേറൊരു കോമ്പൗണ്ടാണ് കിട്ടുന്നത്. അപ്പം ഈ ഹൈഡ്രോക്സി ഗ്രൂപ്പിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടുന്ന് 4th പൊസിഷനിലാണ് കൊണാഡ് ലിംബാച്ചിൽ കിട്ടുന്നത്. പക്ഷേ നോർ ക്വിനോഡിനിൽ 2nd പൊസിഷനിലാണ് കിട്ടുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഒരേ മെറ്റീരിയലാണ്, കണ്ടീഷൻ മാത്രമേ മാറ്റിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു അനിലിൻ തന്ന് അതുപോലെ തന്നെ ഒരു ബീറ്റ കീറ്റോ എസ്റ്ററും തരുന്നുണ്ടെങ്കിൽ റിയേജന്റ് അനിലിനും ബീറ്റ കീറ്റോ എസ്റ്ററും ആണ്. റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഇങ്ങനെയായിരിക്കും. അല്ല ഹീറ്റ് ചെയ്യുന്നതാണെങ്കിൽ കിട്ടുന്ന പ്രോഡക്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഹീറ്റിംഗ് ഉണ്ടെങ്കിൽ ഓർത്ത് വെക്കേണ്ട മെക്കാനിസം എന്ന് വെച്ചാൽ, ഹീറ്റിംഗ് ഉണ്ടെങ്കിൽ നൈട്രജനിലെ ലോൺ പെയർ എസ്റ്ററിലെ കാർബണിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അവിടെ നിന്ന് ഒരു ബേസ് എലിമിനേഷൻ അല്ലെങ്കിൽ OET മൈനസ് OR മൈനസ് എലിമിനേഷൻ നടന്നിട്ട് റീഅറേഞ്ച് ചെയ്യുന്നതാണ് നോർ ക്വിനോഡിൻ സിന്തസിസിന്റെ മെക്കാനിസം. പക്ഷെ കൊണാഡ് ലിംബാച്ച് സിന്തസിസിന്റെ മെക്കാനിസം റൂം ടെമ്പറേച്ചറിലാണ്. റൂം ടെമ്പറേച്ചറിലാവുമ്പോൾ അതിന് ഒരുപാട് പവറൊന്നുമില്ല. അപ്പോൾ അത് ജസ്റ്റ് വാട്ടർ എലിമിനേഷനിൽ സ്റ്റാർട്ട് ചെയ്ത് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ മെക്കാനിസം അറിയേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇതാണ് പറഞ്ഞത് സിന്തസിസിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. ഒരേ റിയേജന്റ് ഡിഫറെൻറ്റ് കണ്ടീഷനിൽ ഡിഫറെൻറ്റ് പ്രോഡക്റ്റ് ആണ് തരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിന് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓർത്ത് വെക്കുക, കൊണാഡ് ലിംബാച്ച് ആണെങ്കിൽ അത് ബീറ്റ കീറ്റോ എസ്റ്റർ റൂം ടെമ്പറേച്ചറിലാണ്. നോർ ക്വിനോഡിൻ എന്ന് പറഞ്ഞാൽ അനിലിൻ ബീറ്റ കീറ്റോ എസ്റ്റർ അറ്റ് സം ഹയർ ടെമ്പറേച്ചർ. ഈ ഒരു ഡിഫറൻസ് ഈ ഒരു രണ്ട് സിന്തസിസും നന്നായിട്ട് മനസ്സിലാക്കുക. അടുത്തത് ഡോബർണർ മില്ലർ സിന്തസിസ് ആണ്. അപ്പോൾ ഡോബർണർ മില്ലർ സിന്തസിസിന്റെ പ്രത്യേകത, ഇവിടെ ആൽഡിഹൈഡും അതുപോലെ തന്നെ അനിലിനുമാണ് റിയാക്ട് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അനിലിന്റെ കൂട്ടത്തിൽ റിയാക്ട് ചെയ്യാൻ വേണ്ടി ആദ്യം ഈ അസറ്റാൽഡിഹൈഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ആൽഡിഹൈഡ് ഹാവിങ്
ആൽഫ ഹൈഡ്രജൻ, അതാണ് ആൾഡോ കണ്ടൻസേഷൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആൾഡോ കണ്ടൻസേഷൻ്റെ പ്രൊഡക്റ്റാണ് അനിലിനുമായിട്ട് റിയാക്ട് ചെയ്യുക. നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അസിറ്റാൽഡിഹൈഡ് ആണ്. അപ്പോൾ ആൾഡോ കണ്ടൻസേഷൻ എന്താണെന്ന് അറിയാം. 2 ആൽഡിഹൈഡ് കണ്ടൻസ് ചെയ്യും ഇൻ പ്രസൻസ് ഓഫ് ആസിഡ് ഓർ ബേസ് ടു ഫോം ആൽഫ ഹൈഡ്രോക്സി കീറ്റോൺ. ആൽഫ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ. പിന്നെ അത് നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വാട്ടർ എലിമിനേഷൻ കഴിഞ്ഞിട്ട് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺ കിട്ടും. അപ്പോൾ ആൽഡോൾ കണ്ടൻസേഷൻ യൂസ് ചെയ്യുന്നത് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ അതിൻ്റെ സിന്തസിസിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ ഡോബർനർ മില്ലർ സിന്തസിസ് പ്രകാരം നമുക്ക് കിട്ടിയത് എന്താണ്? ഇത് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് ആണ്. ഇനി ഈ കോമ്പൗണ്ടാണ് അനിലിനുമായിട്ട് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നേരത്തെ കണ്ടതിന് ഒരു സിമിലർ ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ലോൺ പെയർ ആദ്യം ഈ ഡബിൾ ബോണ്ടഡ് കാർബണിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ബോണ്ട് ഷിഫ്റ്റ് ചെയ്തു, നമുക്കിവിടെ OH കിട്ടി. ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്തു. പിന്നെ നടക്കുന്നത് ഇൻ പ്രസൻസ് ഓഫ് ആസിഡ് നമ്മൾ വാട്ടർ എലിമിനേഷൻ നടന്ന് ബോണ്ട് ഫോം ചെയ്തു. നമുക്കൊരു കംപ്ലീറ്റ് ക്യുനോളിൻ ആയിട്ടില്ല, അത് ഹൈഡ്രോ ക്യുനോണിൻ കിട്ടി. ഇനി ഇതിനെ നമ്മൾ ഓക്സിഡൈസ് ചെയ്യണം. അതായത് ഇവിടുത്തെ 2 ഹൈഡ്രജൻ റിമൂവ് ചെയ്ത് മാത്രമേ നമുക്കിവിടെ ക്യുനോളിൻ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനെ ഓക്സിഡൈസ് ചെയ്യണം. ഇവിടെ ഓക്സിഡൈസിങ് ഏജന്റ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇവിടുത്തെ അനിലിനും അതുപോലെ ആൽഡിഹൈഡും കൂടി റിയാക്ട് ചെയ്ത് ഒരു കോമ്പൗണ്ട് കിട്ടും. ഈ കോമ്പൗണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കോമ്പൗണ്ടാണ്. അതിൻ്റെ പേരാണ് ഷിഫ്റ്റ് ബേസ്. ഷിഫ്റ്റ് ബേസ് ആണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ഇവിടെ ഡീഹൈഡ്രോജനേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഹൈഡ്രജൻ 2 റിമൂവ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? സബ്സ്റ്റിറ്റ്യൂട്ടഡ് ക്യുനോളിൻ കിട്ടി. ഈ സിന്തസിസ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം, ഈ ആൽക്കീനിൽ ഏത് ഗ്രൂപ്പാണോ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്, ഇവിടെ R ആണെങ്കിൽ നമുക്ക് നൈട്രജൻ്റെ തൊട്ടടുത്തുള്ള കാർബണിൽ R സബ്സ്റ്റിറ്റ്യൂട്ടഡ് കിട്ടും. അപ്പോൾ ഡോബർനർ മില്ലർ സിന്തസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ റിയേജൻ്റ് ആണ് കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടത്. അനിലിൻ തന്നിട്ടുണ്ടാകും. ഇതുപോലെ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആസിഡ് അല്ലെങ്കിൽ 2 ആൽഡിഹൈഡ് തന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കണം അത് ആൽഡോട്ട് കണ്ടൻസേഷൻ നടന്ന് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺ ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ അങ്ങനെ അത് രണ്ടും കൂടി റിയാക്ട് ചെയ്ത് ക്യുനോളിൻ ഡെറിവേറ്റീവ് ഉണ്ടാകുന്ന റിയാക്ഷനാണ് എന്ത്? ഡോബർനർ മില്ലർ സിന്തസിസ്. അപ്പോൾ ഈ ഡബിൾ ബോണ്ടിൽ, അതായത് ഇതിൻ്റെ ബീറ്റ പൊസിഷനിലുള്ള R ഗ്രൂപ്പാണ് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ട് വരിക? സെക്കൻഡ് പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ട് വരിക. അതായത് ഈ ഒരു ആൽഡോൾ കണ്ടൻസേഷൻ്റെ പ്രൊഡക്റ്റ് എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ്. ക്ലിയർ? അപ്പോൾ മുന്നേ പറഞ്ഞതും ഈ മെത്തേഡും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇതിനായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറയുമ്പോൾ കൂടുതലായി. അടുത്ത മെത്തേഡ് ഫ്രം ഇൻഡോൾ. അപ്പോൾ ഇവിടെ ഇൻഡോളും ആൽക്കൈൽ ലിഥിയം അതുപോലെ ഡൈക്ലോറോ മീഥേൻ ഈ രണ്ടും കൂടി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റിംഗ് എക്സ്പാൻഷൻ നടക്കും. അപ്പം നിങ്ങൾക്കറിയാം നമ്മുടെ ക്വിനോളിൻ എന്ന് പറഞ്ഞാൽ 6 മെമ്പേർഡ് റിംഗ് ആണ്, ഇവിടെ 5 മെമ്പേർഡ് ആണ്. അപ്പോൾ CH2Cl2 അതായത് ഡൈക്ലോറോ മീഥേൻ എപ്പോഴും എന്ത് ജനറേറ്റ് ചെയ്യും? കാർബീൻ എന്നുള്ള ഒരു ഇന്റർമീഡിയറ്റ് ജനറേറ്റ് ചെയ്യും. ആ ഇന്റർമീഡിയറ്റ് എപ്പോഴും ഇൻസേർഷൻ റിയാക്ഷനാണ് നടക്കുക. അപ്പോൾ ആ കാര്യമാണ് ഇവിടെ ഓർക്കേണ്ടത്. ഇനി നമ്മൾ ആൽക്കൈൽ ലിഥിയം ഡൈക്ലോറോ മീഥേനുമായിട്ട് റിയാക്ട് ചെയ്തു, എന്നിട്ട് കാർബീൻ ജനറേറ്റ് ചെയ്തു. ഈ ജനറേറ്റ് ചെയ്ത കാർബീൻ നമ്മുടെ ഇൻഡോളുമായിട്ട് റിയാക്ട് ചെയ്തു. അവിടുത്തെ നൈട്രജൻ റിങ്ങിനെ അത് അറ്റാക്ക് ചെയ്തിട്ട് കിട്ടുന്നത് ഒരു സൈക്ലിക് ഇന്റർമീഡിയറ്റ് ആണ്. 3 മെമ്പേർഡ് സൈക്ലിക് ഇന്റർമീഡിയറ്റ് കിട്ടും. അത് റീഅറേഞ്ച് ചെയ്ത് റിംഗ് എക്സ്പാൻഷൻ നടന്ന് ക്യുനോളിൻ ഫോം ചെയ്യും. അപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം, എപ്പോഴും ഈ റിയേജന്റ് തരണം നിർബന്ധമില്ല. കാർബീൻ ജനറേറ്റ് ചെയ്യുന്ന ഏത് റിയേജന്റും നമുക്ക് ഇവിടെ തരാവുന്നതാണ്. അപ്പോൾ ഇൻഡോളിന്റെ കൂട്ടത്തിൽ നമുക്ക് കിട്ടുന്നത് ഒരു കാർബീൻ ജനറേറ്റ് ചെയ്യുന്ന ഒരു റിയേജന്റ് ആണെങ്കിൽ അത് ഷുവർ ആയിട്ടും റിംഗ് എക്സ്പാൻഷൻ നടന്ന് ക്യുനോളിനായിട്ട് മാറും. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ ആണ് വിറ്റ്സിംഗർ ബോർഷെ സിന്തസിസ്. അപ്പോൾ ഇത് നടക്കുന്നത് ഈ കോമ്പൗണ്ട് പേര് ഐസാറ്റിൻ എന്നാണ്, അല്ലെങ്കിൽ ഇതിനെ
ട്രൈബുളിൻ എന്നും കൂടി പറയും. അപ്പോൾ ഇതൊരു ഇൻഡിഗോ ഡൈന്ന് ഡിറൈവ് ചെയ്യുന്ന, അതായത് ഇതിൻ്റെ ഓക്സിഡേഷൻ വഴി ഉണ്ടാകുന്ന ഒരു കോമ്പൗണ്ടാണിത്. അപ്പോൾ ഈ ഐസാറ്റിൻ ഒരു കീറ്റോണുമായിട്ട് റിയാക്ട് ചെയ്യും ഇൻ ബേസിക് മീഡിയം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ബേസ് ഹൈഡ്രോളിസിസ് നടത്തും. അപ്പോൾ ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇവിടെ NH2ഉം ഇവിടെ COH ആയിട്ട് മാറും. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും, ഹൈഡ്രജൻ ഇവിടെ കൊടുക്കുക, OH ഇവിടെ കൊടുക്കുക, അപ്പോൾ ഇത് NH2 ആയി, ഇത് COH ആയി. അതാണ് ഈ ബേസിൻ്റെ, അതായത് ബേസ് ഹൈഡ്രോളിസിസ് ഫസ്റ്റ് സ്റ്റെപ്പിൽ നടക്കും. പിന്നെ നടക്കുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു കീറ്റോൺ അതിൻ്റെ ഈനോൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. ഈനോൾ ഫോമിൽ കൺവേർട്ട് ചെയ്ത ശേഷം ഇവിടെ നിന്നൊരു വാട്ടർ എലിമിനേഷൻ നടക്കും. വാട്ടർ എലിമിനേഷൻ നടന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു കോമ്പൗണ്ട് കിട്ടും. പിന്നെ ഒരു റീഅറേഞ്ച്മെന്റ് നടക്കും. ആ റീഅറേഞ്ച്മെന്റ് വഴി നമുക്ക് നമ്മുടെ കോമ്പൗണ്ട് കിട്ടും, സബ്സ്റ്റിറ്റ്യൂട്ടഡ് കോമ്പൗണ്ട് ഫോം ചെയ്യും. ക്ലിയർ? അപ്പോൾ ഇവിടെ R1 R2 എന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കീറ്റോണിനെ നമുക്ക് ഈ ഒരു ഫോമിലോട്ട് എഴുതാൻ പറ്റുമെങ്കിൽ, അതാണ് റിയാക്ട് ചെയ്യുന്നെങ്കിൽ R1ഉം R2ഉം സെക്കൻഡ് ആൻഡ് തേർഡ് പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പിന്നെ ഇവിടെ നമ്മൾ COH എന്നുള്ളത് ഫോം ചെയ്തത് കൊണ്ടാണ് ഈ ഫോർത്ത് പൊസിഷനിൽ COH വരുന്നത്. അതായത് ഇവിടെ ഇതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് 2-3 മെത്തേഡ്സ് ഉണ്ട്, അതും കൂടി പറയാം. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആകും. അപ്പം ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം, നമ്മൾ എടുക്കുന്ന കീറ്റോണിലെ R ഗ്രൂപ്പ് സെക്കൻഡ് പൊസിഷനിലും തേർഡ് പൊസിഷനിലുമാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരിക. അപ്പോൾ അതിൻ്റെ വേറൊരു ഓൾട്ടർനേറ്റീവ് മെത്തേഡാണ് അടുത്തത് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തത്, മുന്നേ ഇവിടെ COH ആയിരുന്നു, ഇപ്പോൾ ഇവിടെ അറൈൽ ഗ്രൂപ്പ്, ഒരു ബെൻസീൻ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഓർത്തോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അനിലിൻ ആണ്. അത് റിയാക്ട് ചെയ്യുന്നത് ഒരു കീറ്റോണുമായിട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ RCOCH2R ഈ ഒരു ഫോമിൽ എഴുതാൻ പറ്റുന്ന കീറ്റോൺ ആയിരിക്കണം. അതാണ് ഇതിൻ്റെ ഒരു കണ്ടീഷൻ. അത് KOH ആയിട്ട് KOH അല്ലെങ്കിൽ ബേസിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഇതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. R1 എന്ന് പറയുന്നത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, R2 എന്ന് പറയുന്നത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പിന്നെ ഈ ഗ്രൂപ്പാണ് ഈ ഫോർത്ത് പൊസിഷനിൽ വരിക. ക്ലിയർ? ഇത് നോർമൽ വിറ്റ്സിംഗർ റിയാക്ഷൻ തന്നെയാണ് ഇത്. ബട്ട് വേറൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയേജന്റ് തന്നെ, അതിലുപയോഗിക്കുന്ന റിയേജൻസ് അസറ്റിക് ആസിഡ്, അതായത് നമ്മൾ KOH ബേസിക് മീഡിയം മാറ്റി അസിഡിക് മീഡിയത്തിലോട്ട് വരുമ്പോൾ അസറ്റിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസിൽ നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ്. PH, അതായത് ഫിനൽ റിങ് ഇവിടെ തന്നെ വരുന്നുണ്ട്, പക്ഷേ ഈ സെക്കൻഡ് ആൻഡ് തേർഡ് പൊസിഷനിലെ സബ്സ്റ്റിറ്റ്യൂഷൻ മാറി. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയലും അതുപോലെ തന്നെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ രണ്ടും സെയിം ആണ്, പക്ഷേ ഉപയോഗിക്കുന്ന റിയേജൻസ് ഡിഫറെൻ്റ് ആയി. ആൽക്കലൈൻ മീഡിയത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് കിട്ടും. ഇത് നമ്മൾ വിറ്റ്സിംഗർ റിയാക്ഷൻ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡാണ്. ആസിഡ് പ്രസൻസിൽ നമുക്ക് വേറൊരു രീതിയിലാണ് അതിൻ്റെ പ്രൊഡക്റ്റ് ഫോം ചെയ്യുക. ഇത് നമ്മുടെ മെക്കാനിസത്തിലുള്ള ഡിഫറൻസ് കൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. പറയേണ്ടത് ഈ ഗ്രൂപ്പാണ് CH2R ഗ്രൂപ്പ് ഇവിടെ വരും, CH3 ഗ്രൂപ്പ് ഇവിടെ CH2H എന്നാണ് നമുക്ക് ഇതിന് എഴുതാൻ പറ്റുക. അപ്പോൾ H ഇവിടെ വരും, CH2R ഇവിടെ വരും. അപ്പോൾ R1 R2 ഇന്റർചേഞ്ച് ചെയ്യുകയാണ് ഇവിടെ ചെയ്തത്. ഈ ഒരു പ്രോബ്ലം ഞാൻ എടുത്തത് ക്ലെയ്ഡൻ എന്നുള്ള ഓർഗാനിക് കെമിസ്ട്രീൻ്റെ ബുക്കിൽ നിന്നാണ്. അതിലെ പേജ് നമ്പർ 1217, ക്വസ്റ്റ്യൻ നമ്പർ 8. അതാണിത്. അതായത് എന്തുകൊണ്ടാണ് ഈ രണ്ട് പ്രൊഡക്റ്റ് കിട്ടുന്നത്, എന്തുകൊണ്ടാണ് ഡിഫറെൻറ്റ് രീതിയിൽ കിട്ടുന്നത് എന്നാണ് ആ ക്ലെയ്ഡനിൽ ചോദിച്ച ചോദ്യം. അപ്പോൾ നമുക്കിതിൻ്റെ മെക്കാനിസം ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ റിയാക്ഷൻ നോക്കുമ്പോൾ നമ്മൾ ബേസിക് കണ്ടീഷനാണ് എടുക്കുന്നത്. അപ്പോൾ ബേസിക് കണ്ടീഷനിൽ എന്താണ്, ഈ കീറ്റോൺ അതിൻ്റെ ഈനോൾ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ഇവിടെ എന്താക്കി വാട്ടർ എലിമിനേഷൻ നടന്നു. അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ഓക്സിഡൈസിങ് ഏജന്റിന്റെ പ്രസൻസിൽ റിങ് ഫോം ചെയ്തു. അതിൻ്റെ ഈൽഡ് എന്ന് പറഞ്ഞാൽ 86% ആണ്. ഇനി നമ്മൾ സെക്കൻഡ് മെത്തേഡിൽ നോക്കിയാൽ ഇവിടെ ആസിഡിന്റെ പ്രസൻസിൽ ഈ CH2ലെ ഹൈഡ്രജൻ ആണ് അബ്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ കിട്ടുന്ന ആനിയോൺ ഇവിടുത്തെ കാർബണിൽ ഗ്രൂപ്പുമായിട്ടാണ് റിയാക്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് കിട്ടും. ഫർദർ കണ്ടൻസേഷൻ കഴിഞ്ഞ് നമുക്ക് ഈ ഒരു കോമ്പൗണ്ട് കിട്ടും. ഇതിൻ്റെ ഈൽഡ് എന്ന് പറഞ്ഞാൽ
71% ആണ്. അപ്പോൾ ഇത് നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. ഫിറ്റ്സിങ്കറിൻ്റെ രണ്ട് ഓൾട്ടർനേറ്റീവ് റിയേജൻറ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡിഫറെൻറ്റ് പ്രോഡക്റ്റ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഒരു ഓർത്തോ കീറ്റോ ഗ്രൂപ്പുള്ളൊരു അനിലിൻ ഡെറിവേറ്റീവും തന്നിട്ടുള്ളത് RCOCH2R എന്ന ഫോമിലുള്ള ഒരു കീറ്റോണും ആണെങ്കിൽ അത് ഹൈഡ്രോക്സിൽ അല്ലെങ്കിൽ ബേസിക് കണ്ടീഷനിൽ അത് ഈനോൾ ഫോമിൽ കീറ്റോൺ ഈനോൾ ഫോമിൽ മാറി കണ്ടൻസേഷൻ നടന്നുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും കിട്ടുക. അല്ല അസിഡിക് മീഡിയത്തിലാണെങ്കിൽ ഇതിലത്തെ ആൽഫ ഹൈഡ്രജൻ, അതായത് കാർബണൈൽ ഗ്രൂപ്പിന്റെ ആൽഫ ഹൈഡ്രജൻ റിമൂവ് ചെയ്ത ശേഷമുള്ള, അതായത് ഇവിടെയും ഫോം ചെയ്യാം, പക്ഷെ കാർബോണിയോന്റെ സ്റ്റെബിലിറ്റി പ്രകാരം CH3 ഹൈഡ്രജൻ മാത്രമേ അബ്സ്ട്രാക്ട് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്ത ആനിയോൺ കാർബണിൽ ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന കാർബണുമായിട്ട് ലിങ്ക് ചെയ്ത് കിട്ടുന്ന പ്രൊഡക്റ്റാണ് അസിഡിക് മീഡിയത്തിൽ കിട്ടുക. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കണം, ബേസിക് മീഡിയത്തിലെ പ്രൊഡക്റ്റ് എന്താണ്, അസിഡിക് മീഡിയത്തിലെ പ്രൊഡക്റ്റ് എന്താണ്. ഇതിൻ്റെ മെക്കാനിസം ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവേണ്ട നമ്മൾ എടുക്കുന്ന റിയേജൻറ്റ് എന്തൊക്കെയാണ്, സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്തൊക്കെയാണ്, അത് നന്നായിട്ട് മനസ്സിലായാൽ നിങ്ങൾക്ക് കോമ്പൗണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി നമുക്കെല്ലാം കൂടി ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അനിലിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ 1,3 ഡൈക്കീറ്റോണുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അതായത് സിമെട്രിക് ആയിട്ടുള്ള 1,3 ഡൈക്കീറ്റോണുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ പൊസിഷൻ 2ലും പൊസിഷൻ 4ലുമാണ് സബ്സ്റ്റിറ്റ്യൂഷൻ വരിക. നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് ബീറ്റ കീറ്റോ എസ്റ്റർ ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഒരു ഹൈഡ്രോക്സി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിരിക്കും. അതുപോലെ R1 എന്ന് പറയുന്നത് ഇവിടെയും, R1 എന്ന് പറയുന്നത് സെക്കൻഡ് പൊസിഷൻ, R2 എന്ന് പറയുന്നത് തേർഡ് പൊസിഷനിലും, ഫോർത്ത് പൊസിഷനിലാണ് OH ഗ്രൂപ്പ് വരിക. R3 എന്നുള്ള ഗ്രൂപ്പിന് ഈ ഒരു കാര്യത്തിൽ റോളില്ല, അത് എലിമിനേറ്റ് ചെയ്ത് പോവുകയാണ്. അതായത് നമ്മൾ OET മൈനസ് എന്ന് പറഞ്ഞിട്ട് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് നേരത്തെ, അതുപോലെ ആ ഗ്രൂപ്പ് എലിമിനേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അങ്ങനെ അത് പോകുമ്പോൾ ഈ ഗ്രൂപ്പ് എന്തായിട്ട് മാറും, OH ആയിട്ട് മാറും. അപ്പോൾ ബീറ്റ കീറ്റോ എസ്റ്റർ എടുക്കുമ്പോൾ എസ്റ്ററിൻ്റെ പാർട്ടിലുള്ള ഡബിൾ ബോണ്ട് OH ആയിട്ട് മാറും. R1 R2 സെക്കൻഡ് ആൻഡ് തേർഡ് പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി നമ്മൾ എടുക്കുന്നത് ഒരു ആൽഡിഹൈഡും ആൽഫ കീറ്റോ ആസിഡുമാണെങ്കിൽ ആൽഡിഹൈഡിലെ R ഗ്രൂപ്പ് നൈട്രജന്റെ തൊട്ടിപ്പുറത്ത്, അതായത് സെക്കൻഡ് പൊസിഷനിൽ R ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതുപോലെ അതിൻ്റെ ഫോർത്ത് പൊസിഷനിൽ ആസിഡ് ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. കൂടുതൽ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്ലിസറോൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 1,2,3 ട്രയോൾസ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ക്വിനോളിൻ, സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും ഇല്ലാത്ത ക്വിനോളിനാണ് കിട്ടുക. സ്കാപ്പ് മെത്തേഡ്. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു ആൽക്കീനുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ കിട്ടുന്നത് ഹൈഡ്രോക്സിൽ ഡെറിവേറ്റീവ് ആണ്. അതായത് നമ്മൾ കോമൺ ആയിട്ട് നമ്മളെ റിയേജൻസ് നമ്മൾ ഇതിലേതെങ്കിലും ഒരു ഫോമിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യുക. ഇത് നമ്മുടെ ഏത് റിയാക്ഷനാണ്, ഡോബർണർ മില്ലർ റിയാക്ഷനാണ്. ആൾഡോൾ കണ്ടൻസേഷൻ്റെ പ്രൊഡക്റ്റാണ് ഇത്. ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ ആണെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പിൽ R ഗ്രൂപ്പ് വരും. അതായത് ബീറ്റയിലുള്ള കാർബണിന് അറ്റാച്ച് ചെയ്തിട്ടുള്ള R ഗ്രൂപ്പ് ആയിരിക്കും സെക്കൻഡ് പൊസിഷനിൽ വരിക. അപ്പോൾ ഇത് നിങ്ങൾ ഒരു അനിലിൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും റിയേജൻസ് അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ആണ് രണ്ടാമത്തെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് പ്രൊഡക്റ്റ് ഇങ്ങനെയായിരിക്കും കിട്ടുക. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ പ്രൊഡക്റ്റ് എഴുതാൻ വേണ്ടി പറ്റും. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നല്ലോണം അത് ക്ലിയർ ആയിട്ട് വരും.
അപ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ ഇവിടെ എടുത്തിട്ടുള്ള അനിലിനാണ്. അതുപോലെ തന്നെ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺ ആണ്. അപ്പം നമ്മൾ സാധാരണ എന്തായിരിക്കണം പ്രൊഡക്റ്റ് കിട്ടുക? RCH2 RCH ഡബിൾ ബോണ്ട് CHO. അതായത് ആൾട്ടോ കണ്ടൻസേഷൻ്റെ പ്രൊഡക്റ്റ് ആണെങ്കിൽ സെക്കൻഡ് പൊസിഷനിൽ R ഗ്രൂപ്പ് വരും. അതായത് ബീറ്റ കാർബണിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത കോമ്പൗണ്ട് ആയിരിക്കും സെക്കൻഡ് പൊസിഷനിൽ വരിക. അപ്പോൾ ഇവിടെ ബീറ്റയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത എന്താ? ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ എവിടെ വരും? സെക്കൻഡ് പൊസിഷനിൽ വരും. ഉണ്ടാവുന്നത് എന്താണ്? ക്വിനോളിൻ ആണ്. അപ്പോൾ ഈ ബെൻസീൻ റിംഗിലെ OCH3 അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ക്ലിയർ? അപ്പോൾ ഇത്ര പെട്ടെന്ന് നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. ഇത് നമുക്ക് അറിയുന്നതുകൊണ്ടാണ് ഇത് നമ്മൾ ഇത്ര ഈസി ആയിട്ട് ചെയ്തത്. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. ഇത് നേരത്തെ പറഞ്ഞതിന് സിമിലർ തന്നെയാണ്. നേരത്തെ ഇവിടെയായിരുന്നു സബ്സ്റ്റിറ്റ്യൂഷൻ, ഇപ്പം NO2 ഇവിടെ വന്നു. വേറെ ഡിഫറൻസ് ഒന്നും ഇതിലില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഇവിടെ H ആണ്. അപ്പോൾ ഈ R ഗ്രൂപ്പിന് പകരം H ആണ് വരിക. NO2 ബെൻസീൻ റിംഗിൽ ഫോർത്ത് പൊസിഷനിൽ NO2 അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. തേർഡ് എക്സാമ്പിൾ ഇവിടെ നോക്കുക. അസറ്റിക് ആസിഡ്, അയൺ സൾഫേറ്റ്, സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ ഈ മെത്തേഡ് എന്താണ്? സ്കാർപ്പ് സിന്തസിസ് ആണ്. സ്കാർപ്പ് സിന്തസിസിൽ എന്താണ് ഫോം ചെയ്യുന്നത്? ക്വിനോളിൻ അങ്ങനെ തന്നെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ബെൻസീൻ റിംഗിൽ ഉള്ളത് അതുപോലെ എടുത്തെഴുതുന്നു. വേറെ ഡിഫറൻസ് ഒന്നും ഇല്ല. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. ഇതും എന്താണ്? 1 2 3 ട്രയോൾ ആണ്. അപ്പോൾ ഫോം ചെയ്യുന്നത് എന്താണ്? നോർമൽ ക്വിനോളിൻ ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ല, പക്ഷേ ബെൻസീനിലെ സബ്സ്റ്റിറ്റ്യൂഷൻ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ക്ലിയർ? അപ്പോൾ ഈ 4 എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു സിന്തസിസ് എന്ന് പറയുന്നത്. ഇത് കുറേ കോമ്പറ്റേറ്റീവ് എക്സാംസ് എടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. ഇത് CSIR ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ ആർസെനിക് ഓക്സൈഡ് യൂസ് ചെയ്തിട്ടുള്ള, അതായത് നമ്മുടെ 1 2 3 ട്രയോൾസ് വന്നു കഴിഞ്ഞാലുള്ള ഈ ഒരു സിന്തസിസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ റിയേജൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് എഴുതാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് കെമിക്കൽ റിയാക്ഷനെ കുറിച്ചിട്ടാണ്. ഇത്രയും സമയം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സിന്തസിസ് ആണ്. സിന്തസിസും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കെമിക്കൽ റിയാക്ഷനാണ്. മെയിനായിട്ട് ഓക്സിഡേഷൻ, റിഡക്ഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ, പിന്നെ N സബ്സ്റ്റിറ്റ്യൂഷൻ, അതായത് N ആൽക്കൈലേഷൻ, അതേപോലെ N ഓക്സൈഡ് ഫോർമേഷൻ. അപ്പം ഇത്രയാണ് കെമിക്കൽ റിയാക്ഷനിൽ പറയാനുള്ളത് വിത്ത് സം പ്രോബ്ലംസ്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ ഒരു ഇലക്ട്രോഫിലിക് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ പറയുമ്പം നമ്മൾ എന്ത് പറയണം? ഇലക്ട്രോൺ റിച്ച് റിംഗ് ഏതാണ്, ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് റിംഗ് ഏതാണെന്ന് പറയണം. അപ്പോൾ ഇവിടുത്തെ നൈട്രജൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ആയതുകൊണ്ട് ഈ ഗ്രൂപ്പ് എന്താണ്? ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. ഈ ഗ്രൂപ്പ് ഇലക്ട്രോൺ റിച്ച് ആണ്. അപ്പോൾ മുന്നേ പിരിഡിനിൽ പറഞ്ഞിട്ടുണ്ടാവും പിരിഡിന് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ക്വിനോളിനും ലെസ് റിയാക്റ്റീവ് ആണ്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷന് ലെസ് റിയാക്റ്റീവ് ആണ്. അപ്പോൾ നടക്കുന്ന 2 പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഈ ബെൻസീൻ റിംഗിലായിരിക്കും അതിൻ്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ മോസ്റ്റ്ലി നടക്കുക. അപ്പോൾ അതിൻ്റെ 5th പൊസിഷനും 8th പൊസിഷനുമാണ് കൂടുതൽ ഫേവേർഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മുടെ പിരിഡിൻ പറഞ്ഞ പോലെ തന്നെ ക്വിനോളിലെ നൈട്രജൻ റിംഗിൽ എന്ത് നടക്കില്ല? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നോർമലി നടന്ന് കാണില്ല. അത് എപ്പോഴും നടക്കുന്നത് ഫീനൽ, അതായത് ബെൻസീൻ പാർട്ടിലായിരിക്കും. അതും പൊസിഷൻ 5ലും പൊസിഷൻ 8ലുമായിരിക്കും. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനെ കുറിച്ച് പറഞ്ഞാൽ പിരിഡിൻ്റെ കേസിൽ പൊസിഷൻ 2ലാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ ക്വിനോളിനും എന്താണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത് പൊസിഷൻ 2ലാണ്. ഇനി ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ എക്സാമ്പിൾ നോക്കാം. ആദ്യത്തേത് നൈട്രേഷൻ ആണ്. അപ്പോൾ നൈട്രേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. കാരണം ഇതിൽ ഡിറൈവ് ചെയ്യുന്നത് NO2+ ആണ്. അപ്പോൾ പറഞ്ഞു 5th പൊസിഷനിലും 8th പൊസിഷനിലുമാണ് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുക. അപ്പോൾ ഈ 5th കുറച്ചും കൂടി മേജർ പ്രൊഡക്റ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് എക്സാമ്പിൾ സൾഫോണേഷൻ ആണ്. ഒലിയം യൂസ് ചെയ്തിട്ട് നമ്മൾ സൾഫോണേഷൻ ഹൈ ടെമ്പറേച്ചറിൽ ചെയ്യുകയാണെങ്കിൽ ഇവിടെയും സെയിം തന്നെയാണ്. 5th പൊസിഷനിലും 8th പൊസിഷനിലുമാണ് കോമ്പൗണ്ട് ഫോം ചെയ്യുക. പിന്നെയുള്ളത് ആൽക്കലേഷൻ ബ്രോമിനേഷൻ അല്ലെങ്കിൽ ഹാലോജനേഷൻ ആണ്. അതും ഇതുപോലെ തന്നെ
ഇങ്ങനെ തന്നെയാണ് നടക്കുക, 5th-ലും 8th-ലും തന്നെയാണ് നടക്കുക. പക്ഷെ ഒരു ഡിഫറൻസ് ഉണ്ട്. അത് നമ്മൾ ബ്രോമിനേഷൻ ഹൈ ടെമ്പറേച്ചറിൽ ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് പൊസിഷനിലായിരിക്കും നടക്കുക. ബ്രോമിനേഷൻ വേപ്പർ ഫേസിലാണ് ചെയ്യുന്നതെങ്കിൽ തേർഡ് പൊസിഷനിലാണ് നടക്കുക. അതായത് നോർമൽ ബ്രോമിനേഷൻ അല്ലെങ്കിൽ നോർമൽ ഹാലോജനേഷൻ 5th-ലും 8th-ലും തന്നെയാണ് നടക്കുക. പക്ഷെ ഈ രണ്ട് കേസിൽ, അതായത് ഹൈ ടെമ്പറേച്ചറിൽ സെക്കൻഡ് പൊസിഷനിലും വേപ്പർ ഫേസിൽ തേർഡ് പൊസിഷനിലുമാണ് ബ്രോമിനേഷൻ നടക്കുക. ഈ പോയിന്റ് ഓർത്ത് വെക്കണം. സാധാരണ പോലെയല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ക്ലിയർ? അപ്പോൾ നമ്മൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ എക്സാമ്പിൾ കണ്ടു. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ എക്സാമ്പിൾസ് കൂടി നോക്കാം. ആദ്യത്തെ റിയാക്ഷൻ ചിച്ചിബാബിൻ റിയാക്ഷനാണ്. പിരിഡിങ് കണ്ടവർക്ക് ഈ ഒരു നെയിമും ഈ ഒരു റിയാക്ഷൻ എന്താണെന്ന് അറിയായിരിക്കും. അവിടെ മെക്കാനിക്സ് അടക്കം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിച്ചിബാബിൻ റിയാക്ഷനിൽ സോഡാമൈഡാണ് റിയാക്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് NH2- ആണ് ഇവിടുത്തെ ന്യൂക്ലിയോഫൈൽ. അപ്പോൾ നമ്മുടെ ക്യുനോളിൻ്റെ പൊസിഷൻ 2-ലാണ് ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ പൊസിഷൻ 2-ൽ NH2- വന്ന് അറ്റാച്ച് ചെയ്യും. രണ്ടാമത്തെ റിയാക്ഷനാണ് ആൽക്കൈലേഷൻ. അതായത് ലിഥിയം, ഓർഗാനിക് ലിഥിയം കോമ്പൗണ്ട്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ R- ആണ് ഇവിടുത്തെ ന്യൂക്ലിയോഫൈൽ. അത് പൊസിഷൻ 2-ൽ വന്ന് അറ്റാച്ച് ചെയ്യും. അപ്പോൾ ഇതിൽ കുറച്ച് ഇത്രമാത്രമേ ഇതിൽ പറയാനുള്ളൂ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നോർമലി ക്യുനോളിൽ നടക്കില്ല. അത് നടക്കുന്നുണ്ടെങ്കിൽ പൊസിഷൻ 5-ഉം പൊസിഷൻ 8-ലും ആയിരിക്കും നടക്കുക. അതുപോലെ തന്നെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ പൊസിഷൻ 2-ലായിരിക്കും നടക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു റിയേജൻ്റ് കണ്ടാൽ മനസ്സിലാവണം ഇലക്ട്രോഫൈലാണോ ന്യൂക്ലിയോഫൈലാണോ എന്നുള്ളത്. അതിനനുസരിച്ചിട്ട് നിങ്ങൾ ആ പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. അപ്പോൾ വേറൊന്നും അതിൽ കാര്യമായിട്ട് ചിന്തിക്കാനില്ല. നെക്സ്റ്റ് റിഡക്ഷൻ. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്ന ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ആണ്. ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ഒരു മൈൽഡ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. അതുപോലെ തന്നെ ലിക്വിഡ് അമോണിയ, ലിഥിയം അല്ലെങ്കിൽ സോഡിയം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ബിർച്ച് റിഡക്ഷനാണ്. അപ്പോൾ ഈ നെയിംഡ് റിയാക്ഷൻ്റെ പിന്നെ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ മെക്കാനിക്സും കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇത് CSIR-ന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ലിക്വിഡ് അമോണിയ വെച്ചിട്ടുള്ളത് എന്താണ് പ്രൊഡക്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് എഴുതാം. അതായത് ഈ ബോണ്ട് ഇവിടെ വരുന്ന രീതിയിലും ഇത് നമുക്ക് റെസൊനേറ്റിംഗ് സ്ട്രക്ചർ പ്രകാരം എഴുതാവുന്നതാണ്. അപ്പോൾ ഇതൊരു മൈൽഡ് റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. അപ്പോൾ ഇത് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഇവിടെ 2 ഹൈഡ്രജൻ, അതായത് 1,2-ഡൈഹൈഡ്രോ ക്യുനോളിനാണ് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ്. ഇനി കുറച്ചും കൂടി കൂടുതലായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജൻ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു റിങ്, അതായത് ഈ പിരിഡിൻ റിങ് കംപ്ലീറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 ടെട്രാഹൈഡ്രോ ക്യുനോളിനാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതിൻ്റെ റിയേജൻസ് എന്ന് പറഞ്ഞാൽ ടിൻ ആൻഡ് HCl അല്ലെങ്കിൽ നിക്കൽ, ഹൈഡ്രജൻ നിക്കൽ. തേർഡ് എന്ന് പറഞ്ഞാൽ ഹൈലി സ്ട്രോങ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജൻറ്റ് യൂസ് ചെയ്യാണ് ഹൈഡ്രജൻ പ്ലാറ്റിനം അല്ലെങ്കിൽ അസറ്റിക് ആസിഡ്. ആ ഒരു മീഡിയത്തിൽ കംപ്ലീറ്റ് റിഡക്ഷൻ നടക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഡെക്കാഹൈഡ്രോ ക്വിനോളിനാണ്. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ 10 പൊസിഷനിൽ ഹൈഡ്രജൻ വരുന്നുണ്ട്. അതുകൊണ്ട് ഡെക്ക ഹൈഡ്രോ ക്വിനോളിനാണ് കിട്ടുക. അപ്പോൾ മൈൽഡ് ആണെങ്കിൽ 1 to അതായത് 1 ഡൈഹൈഡ്രോ പ്രൊഡക്റ്റ്, കുറച്ചും കൂടി സ്ട്രോങ് ആണെങ്കിൽ ടെട്രാഹൈഡ്രോ, ഇനി ഹൈലി സ്ട്രോങ് ആണെങ്കിൽ ഡെക്കാഹൈഡ്രോ. ഇനിയാണ് അതിൻ്റെ റിഡക്ഷൻ പോകുന്നത്. ഇനി ഓക്സിഡേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ KMnO4 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഭാഗം ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണെന്ന് പറഞ്ഞു. ഈ ഭാഗം ഇലക്ട്രോൺ റിച്ച് ആണ്. അപ്പോൾ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള പാർട്ട് ഓക്സിഡൈസ് ചെയ്യും, എന്നിട്ട് COH ഫോം ചെയ്യും. ഇനി നമ്മളിതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലത്തെ കാർബൺ ഡൈ ഓക്സൈഡ് പോയി തേർഡ് പൊസിഷനിൽ മാത്രമേ നിൽക്കുള്ളൂ. ആ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇതും CSIR-ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി ഓക്സിഡേഷൻ CSIR 2018 ചോദിച്ചാണ്. ഇനി വേറൊരു റിയേജൻ്റ് എന്ന് പറഞ്ഞാൽ ഓസോൺ ആണ്. ഓസോൺ ഇതുപോലെ തന്നെ നമ്മുടെ ബെൻസീനാണ് ഇലക്ട്രോൺ റിച്ച്, അവിടെയാണ് എന്ത് ഓക്സിഡേഷൻ നടക്കുക. അപ്പോൾ ഇവിടെ ആൽഡിഹൈഡാണ് ഉണ്ടാവുക. KMnO4 ആണെങ്കിൽ ആസിഡ്, ഓസോൺ ആണെങ്കിൽ ആൽഡിഹൈഡ്. അത് നമ്മൾ ഡൈമീഥൈൽ
ഡൈമിഥൈൽ സൾഫറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൽഡിഹൈഡ് ഗ്രൂപ്പ് മാറി CH3 ഗ്രൂപ്പ് വരും. അപ്പോൾ ഇത്രയാണ് റിഡക്ഷനും ഓക്സിഡേഷനും മനസ്സിലാക്കാനുള്ളത്. ഇപ്പോൾ KMnO4 ആണെങ്കിൽ ആസിഡ്, ഓസോൺ ആണെങ്കിൽ ആൽഡിഹൈഡ്, പിന്നെ മൈൽഡ് റെഡ്യൂസിങ് ഏജൻ്റ് ആണെങ്കിൽ ഡൈഹൈഡ്രോ, കുറച്ചും കൂടി കൂടുതലാണെങ്കിൽ ടെട്രാഹൈഡ്രോ, ഭയങ്കര സ്ട്രോങ് ആണെങ്കിൽ ഡെക്കാഹൈഡ്രോ കിട്ടും. ഇനി ആൽക്കൈലേഷനെ കുറിച്ച് പറയാം. അപ്പോൾ ആൽക്കൈൽ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലത്തെ നൈട്രജനിലെ ലോൺ പെയർ ഇതിലത്തെ ആൽക്കൈൽ ഗ്രൂപ്പുമായിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് N-ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കിട്ടും. ഇത് വേറൊരു എക്സാമ്പിൾ. ആൽക്കൈൽ അയഡൈഡിനും പകരം ഡൈമിഥൈൽ സൾഫേറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സിമിലർ ആയിട്ടുള്ള റിയാക്ഷൻ കിട്ടും. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് N-ക്യുനോളീനിയം ഓക്സൈഡ്. നിങ്ങൾക്ക് പിരിഡിൻ കണ്ടവർക്ക് ഓർമ്മയുണ്ടാവും. പിരിഡിൻ നമ്മൾ പാരാസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് പിരിഡിൻ N-ഓക്സൈഡ് ഉണ്ടായി. അതുപോലെ തന്നെ സെയിം റിയാക്ഷനാണ് പാരാസിഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ N-ക്യുനോളീനിയം ഓക്സൈഡ്സ് ഉണ്ടാകും. ഇനി N-ക്യുനോളീനിയം ഓക്സൈഡിനെ തിരിച്ച് നമുക്ക് ക്യുനോളിനാക്കാൻ വേണ്ടിയിട്ട് ഒന്നിക്കൽ ഏതെങ്കിലും ഒരു അമീനുമായിട്ട് റിയാക്ട് ചെയ്താൽ മതി. ടൊസൈൽ ക്ലോറൈഡ് മീഡിയത്തിൽ അമീനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് പൊസിഷനിൽ അമീൻ സബ്സ്റ്റിറ്റ്യൂഷൻ വരും, കാരണം ന്യൂക്ലിയോഫൈൽ. അല്ലെങ്കിൽ പൊട്ടാസ്യം സയനൈഡും അതേപോലെ ബെൻസൈൽ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സയനൈഡ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റ് കിട്ടും. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് നമുക്ക് ക്വിനോളിൻ തരും, പാരാസിഡ്സ് തരും, അതുപോലെ ഇതിലേതെങ്കിലും തന്നു കഴിഞ്ഞാൽ എന്താണ് പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഈ കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ അപ്ലിക്കേഷൻ നോക്കാം. ക്യുനൈൻ ഒരു ക്യുനോളിൻ ഡെറിവേറ്റീവ് ആണ്. ഇത് ആൻറ്റി മലേറിയൽ ഡ്രഗായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് പണ്ട് കാലത്ത്. ഇതെന്ന് പറഞ്ഞാൽ ക്യുനോളിൻ യെല്ലോ, ഇതൊരു ഡൈ ആണ്. ഫുഡിനും കോസ്മെറ്റിക്സിനെല്ലാം നമുക്ക് കൊടുക്കാൻ അലൗഡ് ആയിട്ടുള്ള ഒരു ഡൈ ആണ്. പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ് റോസമണ്ട് റിഡക്ഷൻ. അപ്പോൾ ഇതിൽ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും ക്യുനോളിൻ S എന്ന് എഴുതിയിട്ടുണ്ടാവും. നോർമലി ഇത് ട്രൈ ഈഥൈൽ അമീനാണ്. അതൊരു ടെർഷറി അമീനാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുക. റോസമണ്ട് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ആസിഡ് ക്ലോറൈഡിനെ ആൽഡിഹൈഡാക്കി മാറ്റുന്ന റിയാക്ഷനാണ്. അപ്പോൾ ഹൈഡ്രജൻ പലേഡിയം ബേരിയം സൾഫേറ്റ്, ഇവിടെ നിങ്ങൾ ട്രൈ ഈഥൈൽ അമീൻ എന്നായിരിക്കും കണ്ടിട്ടുണ്ടാവുക. പക്ഷേ ഇവിടെ ക്യുനോളിനും കൂടി എഴുതും, കാരണം ക്യുനോളിനും എന്താണ്? ഒരു ടെർഷറി അമീനാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ